എവിടെ ഡാൻസ് മൂവ് എവിടെ? ഒരെണ്ണം കൂടെ. ഓക്കെ, ബർത്ത്ഡേക്കുള്ള ഡ്രസ്സിങ്ങിനെ പറ്റി പറ. എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? ഞാൻ പ്ലാൻ ചെയ്തൊരു ലെതറിൻ്റെ ഒരു സ്കേർട്ട്, പിന്നെ ഒരു ടോപ്പ്. അത്രേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് നൈസ്, സിമ്പിൾ ആൻഡ് ക്ലാസി. അതെല്ലാം എൻ്റെ ഗാർജിൻ്റെ സെലക്ഷൻ ആയിരുന്നു. പിന്നെ നോക്കാം എങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഞങ്ങളുടെ ബർത്ത്ഡേയുടെ തീം എന്ന് പറയുന്നത് ബ്രൗൺ കളറാണ്. സോ ഇന്ന് ഞാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത് ഒരു വെതറിൻ്റെ അല്ല ലെതർ വെതറിൻ്റെ ഒരു ലെതർ ജാക്കറ്റ്, പിന്നെ ഒരു ജീൻസ്, പിന്നെ ഒരു ഇന്നർ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള എന്താ പറയുക, അതിനെന്താ പറയുന്നത്, എന്നാ പറയണ്ടേ, എന്തോ കണ്ടാൽ മതി, എന്തോ ഒരു സംഭവം. ബട്ട് ഇറ്റ്സ് സർപ്രൈസ്. ഭയങ്കര 5 സ്റ്റാർ ടൈപ്പ് ഹോട്ടലാണ് ആൻഡ് ഇറ്റ്സ് വെരി ക്ലാസി. ഇവിടെ സത്യം പറഞ്ഞ ഏഷ്യൻസ് ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ കണ്ടതോ. ഞാൻ എവിടെയോ ആരെയും കണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ആക്ച്വലി നൈസ്. പിന്നെ ഓർത്ത് പോലെ അത്ര എക്സ്പെൻസീവ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദി മെനു ഈസ് പ്രിറ്റി ഗുഡ്. ഇനിയിപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞിട്ട് അടുത്ത റിവ്യൂ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഡോമിനോസ് വരുന്നത്, പക്ഷേ ഇവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം സംഭവം അടിപൊളിയാണ്. ആൻഡ് ഇവൻ മെനു കാർഡാണെങ്കിലും ഇവർ നമ്മളെ സ്വീകരിക്കുന്ന രീതിയും ബാക്കി ഇത് വെച്ച് നോക്കി കഴിയുമ്പം മച്ച് അപ്രീഷിയേറ്റഡ്.
Happy birthday to you. Happy birthday to you. ആർക്ക് നീ ഇതിലാ പാടുന്നത്? Happy birthday dear Kathy. Come on darling. അപ്പോൾ നമുക്കത് കൊടുക്കാമല്ലേ? എൻ്റെതാ നല്ല വിടും എൻ്റെ ഇതുണ്ടോ? ആദ്യം ഞാൻ ഇച്ചിരി ആയിട്ട് കൊടുക്കാം. കണ്ടടേൻ ഹാപ്പി ബർത്ത്ഡേ. കാണിക്കേ. അടിപൊളി, നൈസ്. ഒരു മിനിറ്റ്. ആ ഇനി നമ്മുടെ കൂട്ടത്തിൽ വരാൻ അഞ്ചിതയുടെയാണ്. സോ ഇത് താങ്ക് യു. എന്നതാ അത്? ഓക്കെ, നീ ഇവിടെ വാ. നീ വാ. ഉണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. പോളറോയിഡ് ക്യാമറ ആകുമ്പോൾ ആ ഒരു ഷോട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ ഫോണിലോ ക്യാമറയിലോ എടുത്ത ഏത് ഫോട്ടോയും തൽക്കാലം എത്ര കാണിക്കുന്നുള്ളൂ. ബാക്കി തെളിഞ്ഞു വരാൻ സമയമെടുക്കും. അതുകൊണ്ട് തെളിഞ്ഞു വന്നത് ഓൾറെഡി സാമ്പിൾ കാണിക്കും. കണ്ടല്ലോ, കാണാമല്ലോ, കണ്ടല്ലോ. ഇതാ വെച്ച അതെ, ഞാനൊരു കാര്യം ഇപ്പൊ എല്ലാം ആരൊക്കെയാണ് പ്ലാൻ ചെയ്തത് ശരിക്കും? ഞങ്ങളുണ്ട് മാത്രം ഇല്ലേ? ആദ്യം നീ തന്നെ പറ, നിന്റെ ബർത്ത്ഡേയുടെ ഫുൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറ. 25th ബർത്ത്ഡേ. ഫസ്റ്റ് ഓഫ് ഓൾ 25 ആയെന്നുള്ളൊരു വിചാരം എനിക്കില്ലായിരുന്നു, ഫീലിംഗ് ഇല്ലായിരുന്നു. ആൻഡ് ഐ തിങ്ക് നോ വൺ ഹാസ് ഇറ്റ്. ഇപ്പോഴും ആ ഒരു കുട്ടിത്തം എല്ലാം സൂക്ഷിച്ച് നടക്കണ ആളാണ് ഞാൻ. എനിവേ, ഇന്നലത്തെ സർപ്രൈസ് വാസ് റിയലി ഗുഡ്. ദ ഡോമിൽ കൊണ്ടുപോകണ ആ ഒരു കാര്യം ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ലൈക്ക് ഞാൻ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്തില്ല. ആദ്യം ഞാൻ ആ വണ്ടിയിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ ഞാനത് എന്താ പറയുക, ചെറിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയിരിക്കും അങ്ങനെയൊക്കെയാണ് ഓർത്തത്. ബട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോകുന്നു ഞാൻ ഓർത്തില്ല. ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് വാസ് ഗുഡ്. അവിടുത്തെ ഫുൾ ലൈക്ക് ആ എൻവയറമെൻറ്റും ആ കേക്കിൻ്റെ സർപ്രൈസും അതെല്ലാം. ആൻഡ് താങ്ക്സ് ടു മിസ്റ്റർ ഗാബച്ചൻ ആൻഡ് ട്രീസ, രണ്ടുപേരും ശരിക്കും ഐ നീഡ് ടു അപ്രീഷിയേറ്റ്. നല്ല രീതിക്ക് അത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് സർപ്രൈസ് എല്ലാം. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പും എല്ലാ കാര്യങ്ങളും ഇതിൽ കാണാനുണ്ട്. എത്രമാത്രം അവർ പ്രൂവ് ചെയ്ത് എന്നൊക്കെ ഉള്ളത്. ബിക്കോസ് ലാസ്റ്റ് ടൈം എൻ്റെ ബർത്ത്ഡേ എക്സ്പീരിയൻസ് അത്രയും നല്ലതല്ലായിരുന്നു. ബട്ട് ഇപ്രാവശ്യം റിയലി ഇറ്റ് വാസ് ഗുഡ്. ഇന്ന് വരെ ബീച്ചിൽ കൊണ്ടുപോയപ്പോഴും നല്ല രസമായിരുന്നു. ആ കേക്ക് ഇസ് റിയലി ഗുഡ്. അത് എവിടെ നിന്നാണ് മേടിച്ചത്? കേക്ക് ബോക്സ് റിയലി ഗുഡ്. അത് എന്തായിരുന്നു ഫ്ലേവർ? ബാക്കി നീ പറഞ്ഞ കേക്കിനെ പറ്റി ഇന്നത്തെ കാര്യത്തിൽ. കേക്ക് അവിടുന്ന് കൊണ്ടുവന്നപ്പോഴത്തേനും സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ തുറക്കുമ്പോഴും
ഹാപ്പി ബർത്ത്ഡേ ലാമ അതെല്ലാം കാണുന്ന ഓർത്തെ, പക്ഷെ ചെറുതായിട്ട് ഒന്ന് പാളിപ്പോയി. പക്ഷേ ഓവറോൾ ഒരിക്കലും കാതറിന് ഓർത്തോണ്ടിരുന്നതും റെയിൻബോ കേക്കോ ലാസ്റ്റ് ഡേ എന്ന് മേടിക്കുന്ന കേക്ക് ഈ ഒരു കേക്കാന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ആൻഡ് ഈ ഒരു കട തുടങ്ങിയിട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് ഒരു 1 or 2 month ഉണ്ടായുള്ളൂ. അപ്പം ഫ്രണ്ട്സ് ഇങ്ങനെ മേടിച്ചപ്പം അവർ വഴി അറിഞ്ഞതാണ്. അപ്പം അങ്ങനെ പോയി കേക്ക് ഈവൻ 1 കിലോയുടെയുള്ള കേക്ക് ആണെങ്കിൽ പോലും നമുക്കങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കാൻ മടുക്കത്തില്ലായിരുന്നു. ആൻഡ് ക്രീംസും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്ന ഫ്രഷ് ക്രീമാണ്. ടോപ്പിങ്സ് ആണെങ്കിലും അത്രയും സ്വീറ്റ് അല്ല. ഇങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് പൊതുവെ ഇങ്ങനെ ഭയങ്കര ക്രീമും പിന്നെ ഇത്രയും ചെറി വെറുതെ ഇങ്ങനെ നോക്കും. ഇതങ്ങനെയല്ല, ഇതിട്ട് ഒരു നല്ല ക്ലാസ് ലുക്കുണ്ട്, വെരി പ്രൊഫഷണൽ ലുക്ക്, വെരി ക്ലാസി. ബട്ട് അറ്റ് ദ സെയിം ടൈം ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും സ്വീറ്റ് അല്ല, ബട്ട് മടക്കത്തില്ല, വെരി മൈൽഡ് അങ്ങനെ. ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കേക്കിൻ്റെ കാര്യം, ഞാനും നോർമലി കഴിക്കുന്ന കേക്കുകളെല്ലാം ഒന്നേ മധുരം കൂടുതൽ അല്ല അങ്ങനത്തെ എന്തൊരു ക്രീം കൂടുതൽ, അതെ അങ്ങനെ കിട്ടാറുള്ളൂ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു, ഞാൻ ഇനിയും കഴിച്ചേനെ. പക്ഷേ ഗിഫ്റ്റ് കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ ബീച്ചിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് വന്നത്, പിന്നെ കുറച്ച് വീഡിയോസും കൂടി. അപ്പോൾ ആ പ്ലാനിങ് ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ ഒരു സമയം കഴിയുമ്പോൾ നല്ലപോലെ തണുപ്പ് കയറുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി കേക്ക് പകുതി തൽക്കാലത്തേക്ക് കഴിക്കുന്ന സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് കേക്ക് കാര്യമായി കഴിക്കണം. പിന്നെ ബർത്ത്ഡേയുടെ ഫുള്ളിയുള്ള പ്ലാൻസിനെ പറ്റി പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ഒത്തിരി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നെങ്കിലും ശരിക്കും എല്ലാം അടിപൊളിയായി. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഈ എടുത്ത വീഡിയോസ് ഇത് ഫുള്ള് തിരിച്ച് ചെന്നുമ്പോഴത്തേക്കും ഒരു ഓർഡറിലൊന്ന് പ്രോപ്പറായിട്ടൊന്ന് എഡിറ്റ് ചെയ്യണം. അത് എത്ര സമയം എടുക്കുന്ന അറിയില്ല, പക്ഷേ മാക്സിമം ഇന്ന് തന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ തോന്നുന്നു. ഇന്നത്തെ ദിവസം 30 അവളുടെ ബർത്ത്ഡേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വ്ലോഗിൽ കാണാം.